അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലുള്ള അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ സംരംഭത്തിൻ്റെ തറക്കല്ലിൽ നിർവഹിച്ച ആദരണീയ പണ്ഡിതൻ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, വേദിയിലുള്ള മറ്റ് വ്യക്തിത്വങ്ങളെ, വളരെയധികം സന്തോഷകരമായിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രീയമായിട്ട് ലോകം അല്ലെങ്കിൽ രാജ്യം വളരെയധികം പുരോഗതി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ പെട്ടെന്ന് കഴിയാത്ത ഒരവസ്ഥയിലാണ് എന്നുള്ളത്. നമുക്കറിയാം, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വീണ് മരിച്ചു പോകുന്നു, നാളെ യാത്ര ചെയ്യുന്നിരിക്കുന്ന വീണ് മരിച്ചു പോകുന്നു. പെട്ടെന്നുള്ള മരണങ്ങളും അതുപോലുള്ള അത്യാഹിതങ്ങളും നിത്യേന നമ്മൾ മീഡിയയിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലൊക്കെ നമ്മളുടെ ഈ ഗ്രാമപ്രദേശത്തിൽ ചികിത്സ ലഭിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഒരു അഭയ കേന്ദ്രത്തിലേക്ക്, ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്താൽ ഏതാണ്ട് ശാന്തി ഹോസ്പിറ്റൽ എന്നൊരു സംവിധാനം വന്നതുകൊണ്ട് വളരെയധികം ചികിത്സാ സഹായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു രോഗി വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആംബുലൻസുകളും മറ്റ് സേവാ സംഘടനകളും ഒക്കെ തന്നെ ഓടിയെത്തി സംവിധാനം ചെയ്യുന്നുണ്ട്. എന്നാലും ഇത്തരം സംവിധാനങ്ങൾ ഗ്രാമമേഖലയിൽ വളരെ കുറവാണ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ പറ്റിക്കൊണ്ട് തന്നെ ബന്ധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ധാരാളം ഇതുപോലുള്ള സംഘടനകളുണ്ട്, പാലിയേറ്റീവ് സെന്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ മുക്കം, കൊടുവള്ളി, ഓമശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാലിയേറ്റീവ് സംവിധാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വീടുകളിൽ വന്ന രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം അവശരായിട്ട് സഹായിക്കാനല്ലാത്ത വീട്ടിൽ കിടക്കുന്ന, തൊടാൻ പോലും സ്പർശിക്കാൻ പോലും വിഷമം അനുഭവിക്കുന്ന രോഗികളെ വളരെ ഒരു പ്രയാസമില്ലാതെ സ്വന്തം മക്കളെക്കാൾ അധികം അടുത്ത് പെരുമാറി ചികിത്സിക്കുന്ന സേവകരായിട്ടുള്ള വളരെയധികം നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ സംരംഭത്തിന് പിന്നിലുള്ള ആളുകൾ ജനസേവനം ദൈവാരാധനയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചെറുപ്പക്കാരാണ്. ഇവിടെ എന്ത് നമ്മൾ സൽപ്രവൃത്തി ചെയ്താലും ഇതിന്റെ പ്രതിഫലം ദൈവത്തിന്റെ വാക്കിൽ നമുക്ക് ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ ചെറുപ്പക്കാരും ആയിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ഒരു സംഘടന, ഒരു സംവിധാനമാണ് ഇതിന്റെ പിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ഏറ്റവും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഇതിലും വലിയ സംവിധാനങ്ങളൊക്കെ നാട്ടിലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം അനുഭവിക്കാതെ തന്നെ ഇത് ഏറ്റവും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയും. കാരണം അത്ര ആളുകൾ, മനുഷ്യന്മാര്, സ്ത്രീകള്, ജനസേവനത്തിന് തയ്യാറായിരിക്കുന്ന സാമ്പത്തിക കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതുകൊണ്ട് ഈ സംരംഭത്തിന് പെട്ടെന്ന് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകണം. ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.